Hi friends, welcome to Tricks and Facts. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ വീട്ടിൽ ഒരു സ്കൈ ലാൻഡിനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ആനന്ദം സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ലാസ്റ്റിൽ ഒരു സീനുണ്ട്. നമ്മൾ ഒരു ബലൂൺ പോലത്തെ സംഭവം അല്ലെങ്കിൽ ഒരു ലാൻഡിൻ കത്തുന്ന പോലത്തെ സംഭവം മണ്ടയ്ക്കോട്ട് പൊങ്ങി അല്ലെങ്കിൽ പൊക്കി വിടുന്നത്, കത്തിച്ച് പൊക്കി വിടുന്ന ആ ഒരു സംഭവത്തെയാണ് നമ്മൾ സ്കൈ ലാൻഡിൻ. ചിലവരൊക്കെ ഹോട്ട് എയർ ബലൂൺ എന്നൊക്കെ പറയാറുണ്ട്. രണ്ടും സെയിം ആണ്, പക്ഷേ സ്ട്രക്ചറിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. രണ്ടിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം ആണ്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ചാർട്ട് പേപ്പറിൻ്റെ സൈസിലുള്ള 4 കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പേപ്പറെക്കാട്ടിലൊക്കെ വെയിറ്റ് ഇതിന് കുറവായിരിക്കും. 5 രൂപയ്ക്ക് ഇതിൻ്റെ മാക്സിമം പ്രൈസ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ 4 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ 2 എൻഡും കൂടി ഇങ്ങനെ വെച്ചിട്ട് എൻഡും ചേർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ചെടുക്കാൻ നേരത്ത് ഇതിനകത്ത് എയർ കയറാത്ത രീതി വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഫെവിക്കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഗ്ലൂ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് 3ാമത്തെ പീസും കൂടി അടുത്ത എൻഡിലോട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിവിടെ 2 എൻഡ് കിട്ടിയിട്ടുണ്ട്. ഈ 2 എൻഡും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഫ്രണ്ട്സ്, നമ്മൾ 4ാമത്തെ പീസിൽ നിന്ന് ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു വെക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ അപ്പർ പോർഷൻ, അതായത് മണ്ടയ്ക്കത്തെ ഈ ഭാഗം ഇങ്ങനെ കവറായിട്ടിരിക്കും. നമുക്കിതൊന്ന് ഒട്ടിച്ചു വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മൾ ആ ഒരു വട്ടത്തിലുള്ള ഷേപ്പ് ഇതിൻ്റെ അകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകവശം ഇപ്പം ഫുൾ ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള റിങ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ റിങ് നമ്മൾ ഈർക്കിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. 2-3 ഈർക്കിൽ നമ്മൾ ഒരുമിച്ച് ഒട്ടിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ്. കാരണം വെയിറ്റ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈർക്കിൽ യൂസ് ചെയ്ത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇത് നമുക്കിതിൻ്റെ അകത്ത് നമ്മളെ താഴത്തെ എൻഡിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ആ ഒരു എൻഡിൽ റൗണ്ടായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ റിങ് നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ റിങ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു ബലൂൺ കിട്ടും, ഇതുപോലൊരു സംഭവം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇനി ഫ്രണ്ട്സ്, നമുക്ക് ഫ്യൂവൽ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ഫുള്ള് മെഴുകുതിരി ഇവിടെ എടുത്തിട്ടുണ്ട്. പീസ് ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തെ നൂലെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മെഴുകുതിരി എടുക്കുക. ഇനി ഫ്രണ്ട്സ്, നമ്മൾ 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മടക്കി ചെറിയൊരു പീസാക്കി മാറ്റാം. ഇനി ഫ്രണ്ട്സ്, നമ്മൾ മെഴുകുതിരി ഒന്ന് ചൂടാക്കി ഉരുക്കിയിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വിടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ നമ്മൾ ഗ്യാസിൽ ഇതൊന്ന് ചൂടാക്കി എടുത്തപ്പോൾ നമ്മുടെ ലിക്വിഡ് ഫോമിലായിട്ടുണ്ട് നമ്മുടെ മെഴുകുതിരി. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് വിടാം. എന്നിട്ട് ഇതൊരു സോളിഡ് ഫോമിലാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിവിടെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇപ്പോൾ ഫുള്ള് സോളിഡായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരു കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. ഈ കോപ്പർ വയർ എടുത്തിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് ചുറ്റി വിടുക. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒരു കോപ്പർ വയർ എടുത്ത് ചുറ്റി വിട്ട്, അതായത് ഒരു പ്ലസ് ഷേപ്പ് അല്ലെങ്കിൽ ഇൻഡു ഷേപ്പിൽ വരുന്ന രീതിയിൽ 2 വയർ വെച്ചൊന്ന് കെട്ടിവിടുക. ഇനി ഫ്രണ്ട്സ്, നമുക്ക് ഈ ഫ്യൂവൽ എടുത്തിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ 4 വയർ വെച്ചൊന്ന് കെട്ടി വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സെൻട്രലിൽ ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ സെൻട്രലിൽ വരുന്ന രീതിയിൽ 4 കോപ്പർ വയറിൻ്റെ ഹെൽപ്പോടുകൂടി ഇതൊന്ന് കെട്ടി വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡൈൻ ഇവിടെ സെറ്റ് ആയിരിപ്പുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് കത്തിച്ച് വിടാൻ നോക്കാം. ആദ്യം ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചൂട് കാറ്റ് ഒന്ന് ഫില്ല് ചെയ്ത് വിടാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്യൂവൽ നമുക്ക് കത്തിച്ച് വിടാം. അപ്പോൾ ഫ്രണ്ട്സ്, ജസ്റ്റ് ഇത്രേ ഉള്ളൂ സംഭവം. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തീ വെച്ചുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കുഴപ്പം പിടിച്ച സാധനമാണിത്. കാരണം നമ്മൾ മണ്ടയ്ക്കോട്ട് വിടാൻ നേരത്തെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ പിന്നെ താഴെ വന്ന് വീണ് ഇച്ചിരി തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുക. കാരണം
പ്രശ്നം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് വരികയാണെങ്കിൽ സിമ്പിളായിട്ടൊരു സംഭവമാണ്. നമ്മൾ ഇതിനകത്ത് ചൂട് കാച്ച അകത്തോട്ട് ഫില്ല് ചെയ്ത് വിടുന്നത്. അപ്പോൾ ചൂട് കാച്ചിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടയ്ക്ക് പോകാനുള്ള അതായത് അതിൻ്റെ ഡെൻസിറ്റി ഇച്ചിരി കുറവാണ് സാധാരണ കാച്ചിനെക്കാട്ടിലും. അപ്പോൾ അത് മണ്ടയ്ക്കോട്ട് പൊങ്ങി പോകാനുള്ള ടെൻഡൻസി അതിന് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോട്ട് എയർ ബലൂൺ മണ്ടയ്ക്കോട്ട് പൊങ്ങി പോകുന്നത്. അപ്പോൾ ആ ഒരു ഹോട്ട്നെസ് അല്ലെങ്കിൽ ആ എയറിൻ്റെ ആ ചൂട് അവിടെ നിർത്താനായിട്ടാണ് നമ്മൾ ഒരു സംഭവം അതിൻ്റെ അടിയിലോട്ട് കത്തിച്ചിടുന്നത്. അപ്പോൾ ആ ചൂട് കാറ്റ് തന്നെ അതിൻ്റെ അകത്തോട്ട് ഫില്ലായിക്കൊണ്ടിരിക്കും. അങ്ങനെ സംഭവം മണ്ടയ്ക്കോട്ട് പൊങ്ങിപ്പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്കിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതുവരെ ബൈ ഫ്രണ്ട്സ്.